നീ വേഗം കുളിച്ച് വേഷമൊക്കെ ഒന്ന് മാറ്. അപ്പോഴേക്കും ചേച്ചി കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. എന്തേലും ഒന്നും പോരാ. പാലും മുട്ട ഏത്തപ്പഴം ഒക്കെ വേണം. കൊറേ ദണ്ണമറ്റ ശരീരമാ. പോരാത്തതിന് ഉപ്പും എരിവും ഒന്നും ഇല്ലാത്ത ജയിലിലെ ആഹാരവും. ഓ കണ്ടില്ലേ വിളറി വെളുത്ത്. ആ ചേലപ്പള്ളിയിലെ കൊച്ചുവൈദ്യനെ കണ്ട് ഉടനെ എന്തെങ്കിലും ദേഹരക്ഷയും ചെയ്യിക്കണം. അല്ല ഇപ്പൊ എന്തായി? ഭാര്യത്ത് അദ്ദേഹം പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാകുന്നുണ്ടല്ലോ. ആങ്ങളുടെയും പെങ്ങളുടെയും മുഖമൊന്ന് കാണേണ്ടതായിരുന്നു. ഇരുട്ടത് കിട്ടിയതുപോലെ ആയി രണ്ടും. എനിക്കെന്തോ ഇപ്പോഴും അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. ഗിരിയുടെ സ്വഭാവം അറിയില്ലേ? എപ്പോഴാ സ്വഭാവം മാറുന്നെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയൊന്നും മനസ്സ് മാറില്ല മോളെ. അതിന് നീയാ ശ്രമിക്കേണ്ടത്. കൂടപ്പിറപ്പ് സ്നേഹമുള്ളവനാ ഗിരി. അത് വേണ്ട വണ്ണം മുതലാക്കിയാ മാത്രം മതി. എന്നാലും ഗിരിയുടെ കുഞ്ഞിനെ പ്രസവിച്ചവളല്ലേ ശാലു. അവൻ അത്ര പെട്ടെന്ന് അവളെ അങ്ങ് മറക്കാൻ കഴിയൂ? ദേ നിന്റെ ഈ ഇടക്കിടക്കുള്ള മനംമാറ്റം എല്ലാത്തിനും കുഴപ്പം. മറക്കാൻ പറ്റില്ലെങ്കിൽ മറപ്പിക്കണം. അവിടെയാ നമ്മുടെ മിടുക്ക്. ഭാര്യത്ത് അദ്ദേഹം പറഞ്ഞതെന്താ? ഉന്തിന്റെ കൂടി ഒരു തള്ളും കൂടെ. ആ തള്ളാ നമ്മൾ കൊടുക്കേണ്ടത്. വേണ്ടതെല്ലാം ഭാര്യത്ത് അദ്ദേഹം ചെയ്തിട്ടുണ്ടല്ലോ. ഇനി മാറ്റങ്ങൾ ഓരോന്ന് പടി പടിയായി ഇറങ്ങി വരുന്നത് മോള് കണ്ടോ? ആ എന്താ ഇതൊക്കെ? ചാലു, 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 പോയിക്കോ ശാമേട്ട, പോയിക്കോ. എല്ലാരും പോയിക്കോ. ആരും എനിക്ക് വേണ്ട. ചാലു, ഞാൻ പറയുന്നു നീ കേക്ക്. എന്ത് പറയാനാ ശാമേട്ട? ഇനി എന്ത് പറയാനാ? എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കാനാ? കൊറേ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടുള്ളല്ലേ. ചാലു, നീ എന്താ ഇങ്ങനെ? ഗിരി ഗംഗയോടൊപ്പം വീട്ടിലേക്ക് പോയിന്ന് കരുതി. ഗിരി ഗംഗയുടെ ആങ്ങളല്ലേ? അവള് വിഷമിക്കരുന്ന് ഗിരിക്കുണ്ടാവില്ലേ? നീ എന്താ അത് മനസ്സിലാക്കാത്തത്? അപ്പൊ ഞാൻ ഗിരിയേട്ടൻ ആരാ? ഭാര്യയല്ലേ? കുഞ്ഞിന്റെ അമ്മയല്ലേ? എന്റെ വിഷമത്തെ കുറിച്ച് ഗിരിയേട്ടൻ ഓർത്തില്ലല്ലോ. ഗിരി വരിച്ചാലു. ഇല്ല, ഞാനൊരു അധികപ്പറ്റാണെന്ന് ഗിരിയേട്ടന് തോന്നിയിട്ടുണ്ടാവും. ഗംഗേച്ചയും കഞ്ചനമ്മയൊക്കെ പറഞ്ഞത് ശരിയാണെന്ന് ഗിരിയേട്ടന് ബോധ്യമായിട്ടുണ്ടാവും. നീ വെറുതെ ഓരോന്നിങ്ങനെ ആലോചിച്ച് കൂട്ടണ്ട. എനിക്കറിയാം, ഞാനായിരുന്നു ഓർക്കേണ്ടത്. ഞാനായിരുന്നു സ്വയം ഒഴിഞ്ഞു മാറേണ്ടിയിരുന്നത്. ഒരിക്കൽ ഞാൻ ഇറക്കി പുറപ്പെട്ടല്ലേ? സമ്മതിച്ചില്ലല്ലോ. അന്ന് ആരും സമ്മതിച്ചില്ലല്ലോ. ശ്യാമേട്ട എന്തിനിങ്ങനെ വിഷമിക്കുന്നേ? ഒക്കെ എന്റെ വിധിയാ. ശ്യാമേട്ട കടമകളൊക്കെ ഭംഗിയായിട്ട് നിർവഹിച്ചില്ലേ? പിന്നെന്തിനാ എന്നെ ഓർത്ത് ഇങ്ങനെ സങ്കടപ്പെടുന്നേ? ശ്യാമേട്ടൻ പോയി സന്തോഷമായി ജീവിച്ചോളൂ. ഞാനും എന്റെ കുഞ്ഞും ഇവിടെ എങ്ങനെയെങ്കിലും ഒക്കെ കഴിഞ്ഞോളാം. വെറുതെ എന്തിനാ ശ്യാമേട്ട ജീവിതം കൂടി ഞങ്ങൾക്ക് വേണ്ടി? ചാലു, നിനക്ക് വേണ്ടി അല്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടിയാണ് ഞാൻ ഇത്ര കാലം ജീവിച്ചത്? ഞാൻ എന്റെ ജീവിതത്തെ കുറിച്ച് മാത്രം ഓർത്തിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു? എല്ലാം എനിക്കുള്ള ശിക്ഷകളാ. എല്ലാത്തിനും കാരണക്കാരൻ ഞാനല്ലേ? ഒക്കെ ആ രേണുകയുടെ ശാപമാ. അതിൽ നിന്ന് ഒരിക്കലും എനിക്ക് രക്ഷയില്ല. രേണുക ഈ അവസ്ഥയിലാവാൻ കാരണക്കാരി ഞാനാ. അവൾ മടങ്ങിയെത്തിയപ്പോ എന്റെ ഭർത്താവിന്റെ ജീവൻ എനിക്ക് തിരിച്ചു കിട്ടി. പക്ഷെ അത് അനുഭവിക്കാനുള്ള യോഗം എനിക്കില്ല. ഞാൻ പുറന്തള്ളപ്പെട്ടു പോയില്ലേ? അങ്ങനെയൊന്നും പറയരുത് ശാലു, പ്ലീസ്. എന്താ ശമേട്ട, ഞാൻ പറഞ്ഞ സത്യമല്ലേ? പക്ഷെ എനിക്ക് കാണണം. എനിക്ക് ഗിരിയേട്ടനെ ഒരിക്കൽ കൂടെ കാണണം. ഞാൻ പോകും. ഗംഗേച്ചിയുടെ വീട്ടിലേക്ക് ഞാൻ പോകും. ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് എനിക്ക് ഗിരിയേട്ടന്റെ നാവിൽ നിന്ന് അറിയണം. ചാലു, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. നീ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. ഗിരിയോട് ഞാൻ സംസാരിച്ചോളാം. വേണ്ട,
എനിക്ക് സംസാരിക്കാനുള്ള ഗിരിയേട്ടനോട്. ശ്യാമേട്ടൻ എന്നെ തടയരുത്. ദാ, നീ ഇപ്പൊ അങ്ങോട്ട് പോയാൽ നിനക്ക് കൂടുതൽ വിഷമിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഏട്ടൻ പറയുന്നത്. ഇതിൽ കൂടുതൽ ഞാൻ ഇനി എന്ത് വിഷമിക്കാനാ? ഒരുപക്ഷെ അവരെന്നെ പിച്ച് ചെയ്തുമായിരിക്കും, ജീവനോടെ കൊഴിച്ചു മൂടുമായിരിക്കും. അവരെന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ. എന്നാലും ഗിരിയേട്ടൻ അവസാനമായിട്ടൊന്ന് കാണണം. എന്റെ മുന്നുമുണ്ട് അച്ഛൻ അവസാനമായിട്ട് എനിക്കിത് കാണണം. ശാലു, നീ എന്താ ഈ പറയുന്നത്? ശ്യാമേട്ട എന്നെ വിട്ടേ. വീട് ശ്യാമേട്ട. ഇല്ല, ശ്യാമേട്ട വീടാ. നിന്നെ ഞാനിപ്പോ അങ്ങോട്ട് വിടില്ല. ഗിരിക്കുഞ്ഞ്, ശാലിനിക്കുഞ്ഞെ, ദാ ഗിരിക്കുഞ്ഞ് വന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ല ശാലു ഗിരി വരുമെന്ന്. ശാലിനാകെ പേടിച്ചിരിക്കുകയായിരുന്നു. ഗിരിയെ കാണാൻ വേണ്ടി അവളങ്ങോട്ട് വരികയായിരുന്നു. എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവോ അവക്ക്? ദാ നിൽക്കുന്നു നിന്റെ ഗിരിയേട്ടൻ. ദാ ഇതകത്ത് വയ്ക്കേ. എനിക്ക് ശ്യാമേട്ടനോട് ചിലത് പറയാനുണ്ട്. ചെല്ല്. എന്താ ഗിരി? പ്രത്യേകിച്ച് ഇനി ഒരു മുഖവരിയിടുന്ന കാര്യമില്ലല്ലോ. പാടില്ലാത്തൊക്കെ സംഭവിച്ചു. ഒക്കെ നമുക്ക് മറക്കാം. എനിക്കൊന്നും മാത്രമേ ഇനി ഓർമ്മിക്കാനുള്ളൂ. ശ്യാമേട്ടന് ശാലിനിയെ പോലെയാണ് എനിക്കെൻ്റെ ഗംഗേച്ചിയും. രണ്ടാളും വിഷമിക്കുന്നത് കാണാൻ നമ്മൾ ഇഷ്ടപ്പെടില്ലല്ലോ. ഗിരി എന്താ ഈ പറഞ്ഞു വരുന്നത്? അത് ഞാൻ പറയാതെ തന്നെ ഊഹിക്കാലോ. മറ്റാരുടെ നിഴലിനെ ഒരിക്കൽ കൂടി നമ്മുടെ ആരുടെയും ജീവിതത്തിൽ വന്നു വീഴാൻ പാടില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് രേണുകയെക്കുറിച്ചാണ്. കൊടുക്ക അവള് പിടിച്ചിടം നേടി. നിന്റെ പിടിപ്പുകേട് അതേ ഞാൻ പറയൂ. ഇതിൽ കൂടുതൽ ഞാൻ ഇനി എന്ത് ചെയ്യാനാ? കഞ്ഞന മധുടൊന്ന് പറഞ്ഞതാ. ഇപ്പോഴും ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്നത് പോലെയാണല്ലോ നിന്റെ കാര്യം. ആ ശാലിനിക്കുള്ളതുപോലെ മിടുക്ക് നിനക്കില്ലാതെ പോയി. അത് തന്നെ കാര്യം. ദേ, കഞ്ചനമ്മ കൂടി ഇങ്ങനെ തുടങ്ങരുത്. എനിക്ക് എന്നെ തന്നെ പിടിക്കാതിരിക്കുക. അതിൽ അത്ര വലിയ അത്ഭുതമൊന്നുമില്ല. ഭർത്താവിനും സ്വന്തം കൂടപ്പറപ്പിനു പോലും നിന്നെ പിടിക്കാതായില്ലേ? പിന്നല്ലേ ഞാൻ. പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് എഴുന്നള്ളിയല്ലോ പ്രാണനാഥൻ. ഇപ്പോഴെങ്ങും ചാകത്തുമില്ല. പെങ്ങളി അളിയനെ അരിയിട്ട് വായിച്ചിട്ട് വരുന്ന വരവായിരിക്കും. ചെന്ന് സ്വീകരിച്ചാട്ടെ, ചെല്ല്. ഏതായാലും ആ ഭാവവും പടുതയൊന്നും കാണാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. നോക്ക് ചൊറിഞ്ഞു കയറിയ ഞാൻ ചിലപ്പോൾ വല്ലതുമൊക്കെ പറഞ്ഞു പോകും. എന്തിനാ ഇനി ഞാനായിട്ട് വെറുതെ? എനിക്കൊരു പെങ്കൊച്ചുള്ളതാ. ഞാൻ അതിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ. ഏതായാലും ഈ നേരത്ത് ഗാഥമോൾ ഇവിടെ ഇല്ലാത്തത് എത്ര ഭാഗ്യം. ഇതൊന്നും കണ്ടും കേട്ടും എന്റെ മോള് വഷളായി പോകുന്നു പേടിക്കണ്ടല്ലോ. എന്റെ ചെല്ല് മോളില്ലേ? ആ എന്നാ ഞാൻ പോയേക്കാം. എന്തോ ചെയ്. ആ പെൺകുട്ടികളായ ബുദ്ധി വേണം, ബുദ്ധി. പറഞ്ഞു തന്നാലും മനസ്സിലാവത്തില്ല.
നീ ഇവിടെ നിൽക്കുകയായിരുന്നു. എന്തിനാ വന്നത്? അവിടെ തന്നെ അങ്ങ് താമസിക്കാൻ പാടില്ലായിരുന്നോ? എന്തായാലും മനസ്സിലിരിപ്പ് പോലെ എല്ലാം നടന്നില്ലേ? സന്തോഷായില്ലേ? ഗംഗേ, ഇനിയെങ്കിലും മതിയായി കൂടെ നിനക്ക്. എന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങനെ? ആരോടാ നീ കലഹിക്കുന്നത്? എന്നോട് തന്നെ. എല്ലാരും ചേർന്ന് എന്നെ തോൽപ്പിക്കല്ലേ? നിന്നെ ആര് തോൽപ്പിച്ചു എന്നാ? ഞാനോ? അതോ ഗിരിയോ? അതോ ശാലിനിയോ? ഇല്ല ഗംഗേ, ഒക്കെ നിന്റെ വെറും തോന്നലുകളാ. നീ ജയിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കൊക്കെ. എങ്ങനെ എങ്ങനെ ജയിക്കണമെന്ന്? ഭർത്താവിന്റെ കാമുകിക്കും കുഞ്ഞിനും വേണ്ടി ഞാൻ പാദസേവ ചെയ്യണമെന്നോ? അതും അല്ലെങ്കിൽ ആങ്ങളയുടെ മരണത്തിന് പോലും കാരണക്കാരിയായേക്കാവുന്ന ഒരുത്തിക്ക് വേണ്ടി സ്തുതി പാടണമെന്നോ? പറ, എങ്ങനെയാ ഞാൻ ജയിക്കേണ്ടത്? നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വേണ്ട, ഇപ്പൊ പറയാനും കേൾക്കാനും ഒക്കെ വേറെ ഒരുപാട് പേരുണ്ടല്ലോ. പിന്നെ ഞാൻ എന്തിന്? ഗംഗ ഉദ്ദേശിക്കുന്ന തരത്തിൽ എനിക്ക് അങ്ങനെ വേറെ ആരുമില്ല. എനിക്ക് നീ മാത്രമേ ഉള്ളൂ. പിന്നെ ഗംഗ പറയുന്നത് രേണുകയെ കുറിച്ചാണെങ്കിൽ ഞാൻ വാക്ക് തരുന്നു. ആ ഓർമ്മകൾ പോലും ഇനി എന്നെ സ്പർശിക്കില്ല. പ്രോമിസ്. ഗംഗ, നമുക്കും ജീവിക്കണം, പരസ്പര വിശ്വാസത്തോടെ, സ്നേഹത്തോടെ. അതുപോലെ ഗിരിയേയും ശാലിനെയും ജീവിക്കാൻ അനുവദിക്കുകയും വേണം. ദാ നോക്ക്, ജീവിതം വളരെ കുറച്ചുള്ളൂ ഗംഗ. അതിങ്ങനെ കലഹിച്ചു തീർക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ദാ, പഴയതൊക്കെ നമുക്ക് മറക്കാം. എനിക്ക് എന്റെ പഴയ ഗംഗ വേണം.